നമുക്ക് അല്ലാഹുവിലേക്കും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും നന്നായി അടുക്കേണ്ടതുണ്ട്. മുൻഗാമികളുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒരാള്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന അബ്നാഇ ഹൗലാഇ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. നാളെ നടക്കുന്ന ഉഹദ് യുദ്ധത്തെ തൊട്ട് എന്റെ മക്കൾ എന്നെ തടയുന്നു. വഹും യതഅദ്ദറൂന ബി അന്നി അറജു, എനിക്ക് കാലിന് വൈകല്യമുണ്ട് എന്ന് വയസ്സായി എന്നാണ് അവര് കാരണം പറയുന്നത്. ഉഹദ് യുദ്ധം നടക്കുകയാണ് നാളെ. അംർ ഇബ്നുൽ ജമൂഹ് എന്ന പ്രായമുള്ള സ്വഹാബി, മുടന്തുള്ള സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മസമരത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കള് തടയാണ്. അപ്പോഴാണ് മുത്തുനബിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്ന, നബിയെ, മക്കളോട് പറഞ്ഞിട്ട് സ്പെഷ്യൽ പാസ് വാങ്ങിത്തരണം. തങ്ങൾ വിളിക്കുന്നു മൂന്നാളുകളെ, മുഅവ്വിദ്, മുആദ്, ഖല്ലാദ്, മൂന്നാളുകളെയും വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, ലാ തഹ്ബിസൂ, ബാപ്പാ നിങ്ങളെ തടയണ്ട. ലഅല്ലല്ലാഹു യർസുഖുഹു ശഹാദ, ബാപ്പക്ക് രക്തസാക്ഷിയാകാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്തേക്കും, നിങ്ങൾ തടയണ്ട. ആ യുദ്ധത്തിൽ ഉഹദ് രണാങ്കണത്തിൽ പോയി ഒരു മൂലയിൽ നിന്ന് വളഞ്ഞ മനുഷ്യൻ, വൈകല്യമുള്ളയാള്, പ്രായം ചെന്ന മഹാനായ സ്വഹാബി, അവരുടെ ആയുധം എടുത്തിട്ട് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിയപ്പോൾ ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ അത്ര പരിഗണിച്ചില്ല. അപകടം മണത്ത മുശ്രിക്കീങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ശക്തമായി പ്രതിരോധിച്ചു. വെട്ടുകൊണ്ടു, കുന്തത്തിന്റെ കുത്തുകൊണ്ടു അമ്പ് തറച്ചു. വലിയ പ്രതിസന്ധി നേരിട്ടു. പിന്നെയും കൂട്ടമായി വരുന്ന മുശ്രിക്കീങ്ങളോട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അതിൽ ഇങ്ങനെ ചാടി പോരടിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്നീ ലമുഷ്താഖുൻ ഇലൽ ജന്ന, ഇന്നീ ലമുഷ്താഖുൻ ഇലൽ ജന്ന, നിശ്ചയം ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ച് വന്നവനാണ്. ആശ വെച്ച, കൽബിലാശിച്ച സ്വർഗം അനുഭവിക്കാതെ ഇനി അംർ ഇബ്നുൽ ജമൂഹ് മദീനയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം കഴിഞ്ഞു. സ്വഹാബികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശുഹദാക്കളെയും പരിക്ക് പറ്റിയവരൊക്കെ നോക്കുകയാണ്. കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ ശരീരം കാല് മുതൽ തലവരെ നിലത്തു മുട്ടുന്നില്ല. എണ്ണമറ്റ അമ്പ് തറച്ചതിനാൽ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അമ്പ് തറച്ച അമ്പിന്റെ മെത്തയിൽ കിടക്കുന്നു. സ്വർഗം കിട്ടാനാണ്, റബ്ബിനെ കാണാൻ.